السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമസ്ത മസ്കത്ത് ഓൺലൈൻ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്ന സൂറത്തുൽ മുസമ്മിൽ അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഖുർആൻ പഠന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുസമ്മിൽ വിശദീകരിക്കുന്ന 15 ക്ലാസുകളാണ്. ഓരോ ക്ലാസും ഒരു 10 മിനിറ്റ്, വളരെ ചുരുങ്ങിയ സമയം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിലും പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലും ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ മുസമ്മിലിന്റെ അർത്ഥവ്യാഖ്യാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓൺലൈനിലൂടെയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ മസ്കറ്റിലുള്ള സമസ്ത ഓൺലൈൻ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ അഡ്മിന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ളൊരു പാരായണം അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. എന്നാൽ എത്ര പേര് അർത്ഥം അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നുണ്ട് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഖുർആൻ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുക. മഹാനായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർത്ഥമാലോചിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം ഹൃദയ രോഗങ്ങളെ സുഖപ്പെടുത്തും എന്ന്. നമ്മുടെ ആത്മാവിന് ഒരുപാട് രോഗങ്ങളുണ്ട്. അസൂയ, കിബിർ, അഹങ്കാരം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ. ആ രോഗങ്ങൾക്ക് ശമനം കിട്ടാനുള്ള മാർഗമാണ് അർത്ഥം ആലോചിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇപ്പൊ സൂറത്തുൽ മുസമ്മിലിന്റെ ആയത്തുകളിലൂടെ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ മനസ്സു വല്ലാതെ തളരിതമാകും. അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ലബീദ് ബിൻ റബീ എന്ന് പറയുന്ന ഒരു കവിയുണ്ടായിരുന്നു. ആ കവി വളരെ മനോഹരമായ കവിത എഴുതുകയും എന്നിട്ട് കഅബയുടെ വാതിലിന്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എഴുതി വെക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ കവിതയേക്കാൾ മനോഹരമായ മറ്റൊരു കവിത എഴുതി ഇവിടെ തൂക്കി വെക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അങ്ങനെ എഴുതി വെക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം. പക്ഷെ അന്ന് പ്രഗത്ഭരായ കവികൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്കാർക്കും ലബീദിനെ തോൽപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോ ആ ഖുർആനിന്റെ ഏതാനും ആയത്തുകൾ ലബീദിന്റെ കവിതയുടെ തൊട്ടടുത്ത് തന്നെ ആ കഅബക്ക് സമീപം അങ്ങനെ എഴുതി വെച്ചപ്പോ ലബീദ് അത് വായിക്കാൻ വേണ്ടി വരികയാണ്. ഖുർആനിനെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഖുർആനിന്റെ ആ ആയത്തുകൾ ഇങ്ങനെ വായിച്ചപ്പോ ലബീദ് അറിയാതെ പറഞ്ഞുപോയി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലബീദിന്റെ ഹൃദയത്തിൽ വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടായി. കാരണം താൻ എഴുതിയ കവിതയേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഖുർആനിന്റെ വചനങ്ങൾ. ഇതൊരു സാധാരണ മനുഷ്യനെ എഴുതി വെക്കാൻ പറ്റുന്ന വാക്കുകളല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലബീദ് ഇസ്ലാമിന്റെ ശാന്തി സൗന്ദര്യത്തിന്റെ വാതായനത്തിലേക്ക് കടന്നു വരികയാണ്. ഖുർആൻ വല്ലാതെ നമ്മുടെ ഹൃദയത്തെ ആകർഷിപ്പിക്കും. അതിനെന്തു വേണം? ആ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. മറ്റൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബക്ക് സമീപം വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. സൂറത്തുൻ നജ്മാണ് പാരായണം ചെയ്യുന്നത്. അങ്ങനെ സൂറത്തുൻ നജ്മ് ഓതി സൂറത്തുൻ നജ്മിന്റെ അവസാനത്തെ ആയത്ത്. പക്ഷെ ആ സൂറത്തുൻ നജ്മ് നബി തങ്ങൾ ഓതുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ. എന്നാൽ ഖുർആനിനോട് ശത്രുതയുള്ള, നബിതങ്ങളോട് ശത്രുതയുള്ള അമുസ്ലിമീങ്ങളും
ആ മക്കാ മുശ്രിക്കീങ്ങളും ആ ഖുർആൻ പാരായണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ മനോഹരമായ പാരായണത്തിൽ എല്ലാം മറന്ന് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ആ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൻ നജ്മിലെ അവസാനത്തെ ആയത്ത് 62ാമത്തെ ആയത്ത് ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ, ആ സുജൂദിന്റെ നിർദ്ദേശമുള്ള ആയത്തോതിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് സുജൂദ് ചെയ്യുകയാണ്, തിലാവത്തിന്റെ സുജൂദ്. ആ സുജൂദ് അങ്ങ് ചെയ്തപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നബി തങ്ങളുടെ കൂടെ അങ്ങ് സുജൂദ് ചെയ്യുകയാണ്. മുസ്ലിം ഏതായാലും സുജൂദ് ചെയ്യുമല്ലോ, എന്നാൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അവിശ്വാസികളും അവരും അറിയാതെ സുജൂദ് ചെയ്തു പോയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ ആ ഖുർആനിൽ ലയിച്ചു പോകും എന്നതാണ് ഈ ഒരു ചരിത്ര വസ്തുത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ മറ്റൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കരിക്കുകയായിരുന്നു. ആ മഗ്രിബ് നിസ്കാരത്തിൽ നബി തങ്ങൾ പാരായണം ചെയ്തത് സൂറത്തു തൂർ ആണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ. മനോഹരമായി ആ സൂറത്തു തൂർ നബിതങ്ങൾ മഗ്രിബ് നിസ്കാരത്തിലേക്ക് പാരായണം ചെയ്യുന്നു. അപ്പോൾ അതുവഴി നടന്നു പോകുന്ന ജുബൈർ ഇബ്നു മക്തൂം എന്ന് പറയുന്ന ഒരു അവിശ്വാസി അത് കേൾക്കുകയാണ്. അത് കേട്ടപ്പോ അയാൾ അതിങ്ങനെ ആ നടത്തം മതിയാക്കി ആ ഖുർആൻ പാരായണം കേൾക്കുന്നതിൽ ഇങ്ങനെ മുഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാരം അങ്ങ് നിർവഹിച്ചു കഴിയുമ്പോഴേക്ക് ആ ജുബൈർ ഇബ്നു മക്തൂമിന്റെ മനസ്സാകെ മാറിപ്പോയിരുന്നു. അയാൾ ഇസ്ലാമിലേക്ക് ഹഠാത് ആകർഷിക്കപ്പെടുകയായിരുന്നു എന്ന് വച്ചാൽ ആ പാരായണത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് ഹൃദയം വല്ലാതെ അടുത്തുപോകും. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുസ്സമ്മിൽ നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണെന്നറിയോ? നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ്. സൂറത്തുൽ മുസ്സമ്മിലിൽ 20 ആയത്തുകളാണുള്ളത്. ആ 20 ആയത്തുകൾ നമ്മളിങ്ങനെ 15 ദിവസത്തിനിടയിലായി ഓരോ ആയത്തുകളും ഇങ്ങനെ വിശദീകരിക്കുമ്പോ മാഷാ അല്ലാഹ് പിന്നീട് നമ്മളത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോ എത്ര ഓതിയാലും മതി വരൂല, എത്ര ആ പാരായണം കേട്ടാലും നമുക്ക് മതി വരൂല. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസം നമുക്ക് ആ സൂറത്തുൽ മുസ്സമ്മിലിന്റെ അർത്ഥ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഖുർആനിന്റെ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ഖുർആൻ. അല്ലാഹുവേ ഖുർആനിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ മുസ്സമ്മിൽ ഓരോ ദിവസവും ഇങ്ങനെ അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും പറയുമ്പോൾ ഈ ക്ലാസ് ഒരു 10 മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ, 10 മിനിറ്റിൽ കുറവായിട്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. 1-2 ആയത്ത് ഓരോ ദിവസവും ഇങ്ങനെ അർത്ഥം പറയും. അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതോടൊപ്പം തന്നെ കാണാതെ പഠിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. 20 ആയത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ, 15 ദിവസമാണ് നമ്മുടെ ക്ലാസ്. ഓരോ ദിവസവും 1-2 ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ആ ദിവസം ആ ആയത്ത് കാണാതെ പഠിക്കുകയാണെങ്കിൽ ഈ 15 ദിവസത്തെ ക്ലാസ് തീരുമ്പോഴേക്ക് മാഷാ അല്ലാഹ് സൂറത്തുൽ മുസ്സമ്മിൽ നമ്മൾ കാണാതെ പാരായണം ചെയ്യും. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തുൽ മുസ്സമ്മിലിന്റെ ക്ലാസിന്റെ ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നാളെ മുതൽ അതിന്റെ 1-ാമത്തെ ആയത്ത് അർത്ഥം പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ ആയത്ത് കേൾക്കുമ്പോഴും ആ ആയത്ത് അവിടെ ആ ദിവസം കാണാതെ പഠിക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാഷാ അല്ലാഹ് ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ കോവിഡ് കാലത്തും പ്രബോധന പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ കേവലം പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ചടങ്ങുകൾ മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസ്സമ്മിൽ 20 ആയത്തുകൾ, അത് 15 ദിവസത്തെ വിശദീകരണ ക്ലാസ്സിൽ നിർവഹിക്കാൻ വേണ്ടി, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സമസ്ത മസ്കറ്റിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ
പ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ 1-ാമത്തെ ആയത്ത് വിശദീകരിക്കും. റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.